ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി. ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ഈസ് ദ ടെക്സ്റ്റ് യൂസ്ഡ് ഇൻ അഡ്വർടൈസ്മെൻറ്റ് ബി ഇറ്റ് പ്രിൻറ്റ്, ഓഡിയോ, ടെലിവിഷൻ ഓർ അതർ ഫോംസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഒരു അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിനെ പറയുന്ന പേരാണ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള മാഗസിൻ ഇതിലായാലും റേഡിയോയിലായാലും ടെലിവിഷനിലായാലും അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡയലോഗ്സ് രൂപത്തിലായിരിക്കാം, ദെൻ സം ക്യാച്ചി ഫ്രേസ് ആയിരിക്കാം, അത് കമ്പനിയുടെ മോട്ടോ ആയിരിക്കാം, സ്ലോഗൻ ആയിരിക്കാം, എനി വേർഡ് ആയിരിക്കാം. അതായത് കമ്പനി നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ഒരു മെസ്സേജ് പിന്നെ പറയുന്നത് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് അറ്റ് ക്യാച്ചിങ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പെർസ്പെക്റ്റീവ് ബയർ ആൻഡ് ദ പേഴ്സൺ ഹൂ ടു മേക്ക് എ പർച്ചേസ് ഓൾ വിത്തിൻ എ ഫ്യൂ ഷോർട്സ് ഓഫ് സെക്കൻഡ്. അതായത് ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടാണ് അതായത് ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി, അതായത് അഡ്മിസിൻ്റെ രൂപരേഖ കണ്ടിട്ടാണ് ഒരു ബയ്യർക്ക് പെട്ടെന്ന് ആ സാധനം വാങ്ങിക്കണം, വിത്തിൻ സെക്കൻഡിൽ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് സഹായിക്കും. ആൻഡ് അഡ്വർടൈസിങ് കോപ്പി ഈസ് കമ്പോസ്ഡ് ബൈ പ്രൊഫഷണൽ കോപ്പി റൈറ്റേഴ്സ് ഹയർഡ് ബൈ ദ അഡ്വർടൈസിങ് ഏജൻസി. ഒരു അഡ്വർടൈസിങ് കോപ്പി നല്ല രീതിയിൽ പ്രിപ്പയർ ആണെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള അഡ്വർടൈസിങ് ഏജൻസീസിൻ്റെ കോപ്പി റൈറ്റേഴ്സ് ആയിരിക്കും അതൊക്കെ എഴുതി തയ്യാറാക്കുന്നുണ്ടായിരിക്കാം. Then the person who drafts and prepares the copy must be truly acquainted with the mental process and be imaginative enough to think of words and patterns which may produce at a desired effect on prospectus. അതായത് നല്ല രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയാണ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അവരുടെ മെൻ്റൽ പ്രോസസ്സും അതേപോലെ ഇമാജിനേറ്റീവ് മൈൻഡൊക്കെ ഭയങ്കരമായിട്ടും കുറച്ച് ഇൻ്റലിജൻ്റായ വ്യക്തികൾക്ക് മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ദെൻ ഇറ്റ് മസ്റ്റ് ക്രിയേറ്റ് ആൻഡ് ആർഗ്യൂ ഇൻ ദ മൈൻഡ്സ് ഓഫ് പേഴ്സൺ ടു ഗോ ഫോർ ദ പ്രോഡക്റ്റ് അഡ്വർടൈസ്ഡ്. എ ഗുഡ് കോപ്പി ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് പ്രോസസ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക് ഓർ ക്വാളിറ്റീസ് ഓർ. നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഇത്തരം ക്വാളിറ്റീസും വാല്യൂസൊക്കെ വേണം. ഇതാണ് അറ്റൻഷൻ വാല്യൂ, സജസ്റ്റീവ് വാല്യൂ, മെമ്മറൈസിങ് വാല്യൂ, കൺവിക്ഷൻ വാല്യൂ, സെൻറ്റിമെൻ്റൽ അപ്പീൽ വാല്യൂ, എഡ്യൂക്കേഷണൽ വാല്യൂ ആൻഡ് ഇൻസ്റ്റിങ്ക്റ്റീവ് വാല്യൂ. അറ്റൻഷൻ വാല്യൂ, ആൻ അഡ്വർടൈസ്മെൻറ്റ് കോപ്പി മസ്റ്റ് അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ്. അതായത് നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയാണ് നമ്മളെ കസ്റ്റമേഴ്സിനെ അറ്റൻഷൻ ചെയ്യുന്നതായിരിക്കണം. It fails in the mission, the whole money and effort will go waste through the process all other values because everything else follows this. അതായത് നമ്മൾ നല്ല രീതിയിലല്ല ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ കാഴ്ചപ്പാട് ഭയങ്കര ബോറായിട്ടായിരിക്കും, നമ്മൾ ആ പ്രൊഡക്റ്റ് അവർ വാങ്ങിക്കില്ല, അപ്പോൾ ആ മിഷൻ ഫെയിലായിരിക്കും. അപ്പോൾ എപ്പോഴും നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ഉണ്ടായിരിക്കുമ്പോൾ കസ്റ്റമേഴ്സിനെ അറ്റൻഷൻ ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നല്ല കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ചേഴ്സ് യൂസ് ചെയ്യും, യൂസ് ഓഫ് ഡിസ്പ്ലേ ഓഫ് ടൈപ്പ് ഓഫ് ഹെഡിങ്ങും ബോർഡേഴ്സും അതേപോലെ പ്രൈസ് ഓഫ് കൊട്ടേഷൻ, റിപ്ലൈ കൂപ്പൺസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ യൂസ് ചെയ്യും. അടുത്തതാണ് സജസ്റ്റീവ് വാല്യൂ. ദ നെക്സ്റ്റ് ടാസ്ക് വുഡ് ബി ഓഫർ എ സജഷൻ അബൌട്ട് ദ യൂസ് ആൻഡ് ദ യൂട്ടിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ദാറ്റ് മേ റിമെയിൻ ഇൻസ്ക്രൈബ്ഡ് ഓൺ ദ മൈൻഡ്സ് ഓഫ് റീഡർ ഈവൻ വെൻ ഹി ഫോർഗെറ്റ് വേർ ഹി റിയലി സോ ദ അഡ്വർടൈസ്മെൻറ്റ്. Slogans, pictures, prices and suggesting may be used for this purpose. They should be drafted and used as to drive home to the reader the utility of the product in everyday situations. നല്ലൊരു സജസ്റ്റീവ് വാല്യൂ ആയിരിക്കണം. നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെൻറ്റ് കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ആ ഒരു മറക്കാതെ നിൽക്കണം, അത് നമുക്ക് ഓർമ്മയിലുള്ളൊരു സാധനമായിരിക്കണം. സജസ്റ്റീവ് വാല്യൂ ഉണ്ടായിരിക്കണം. ദെൻ മെമ്മറൈസിങ് വാല്യൂ അതേപോലെ തന്നെ സെയിം മെമ്മറബിൾ ആയിരിക്കണം. ദ കോപ്പി ഓഫ് ദ അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് ബി ഡ്രാഫ്റ്റഡ് ആൻഡ് ലേഡ് ഔട്ട് ദ പ്രോഡക്റ്റ് വിൽ സ്റ്റിക്ക് ഓൺ ദ മൈൻഡ് ഓഫ് ദ ഇൻഡിവിജ്വൽ റീഡർ. കാരണം ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി വായിക്കുന്നത് മീൻസ് നമ്മൾ കാണുന്നത് അവരുടെ മനസ്സിലത് ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മുടെ മൈൻഡിലത് സ്റ്റിക്കായിട്ടിരിക്കണം. ദെൻ റിപ്പീറ്റേഷൻ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വിത്ത് സ്ലോഗൻ ഈസ് ആൻ എഫക്റ്റീവ് മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് മെമ്മറൈസിൻ്റെ വാല്യൂ. അതിൽ യൂസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സും ഫോട്ടോസും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു മെമ്മറബിൾ വാല്യൂ ഉള്ളതായിരിക്കണം അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. ദെൻ കൺവിക്ഷൻ വാല്യൂ, an advertisement copy can prove effective and achieve the desired end when the suggestion contained is backed by convincing argument. ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എഫക്റ്റീവ് ആയിരിക്കണം, അതിൻ്റെ ഡിസൈഡ് അച്ചീവ് ചെയ്യുന്നത് വരെ അത് നല്ല എഫക്റ്റീവ് ആയിരിക്കണം, കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നല്ല വാല്യൂ ഉള്ളതായിരിക്കണം. Then അടുത്തതാണ് സെൻറ്റിമെൻ്റൽ വാല്യൂ. സെൻറ്റിമെൻറ്റ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അഡ്വർടൈസിങ്. സെൻറ്റിമെൻറ്റ്സും ഒരു അഡ്വർടൈസിങ്ങിൽ സെൻറ്റിമെൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
ഭാഗമാണ്. ദെൻ പെർട്ടിക്കുലർലി ഇൻ ദ കേസ് ഓഫ് ഫുഡ് ആർട്ടിക്കിൾസും സെൻറ്റിമെൻറ്റ്സ് റിഫ്ലക്ട് ദ പേഴ്സണൽ ഫീലിങ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടുവേർഡ്സ് വേരിയസ് തിങ്സും. സെൻറ്റിമെൻറ്റ്സ് പേഴ്സണൽ ഫീലിങ്സിനൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ആറ്റിറ്റ്യൂഡ്സിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയിൽ കുറച്ചും സെൻറ്റിമെൻറ്റൽ വാല്യൂ കൂടെ ഇട്ടുകൊടുക്കുന്നത് കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനെ attract ചെയ്യാൻ സഹായിക്കും. ദെൻ എഡ്യൂക്കേഷണൽ വാല്യൂ. എ ഗുഡ് കോപ്പി ഓഫ് അഡ്വർടൈസ്മെൻറ്റ് മസ്റ്റ് പോസസ് എഡ്യൂക്കേറ്റീവ് വാല്യൂ ബിക്കോസ് ദ ഒബ്ജക്റ്റ് ഓഫ് മോഡേൺ അഡ്വർടൈസിംഗ് ഈസ് നോട്ട് merely സാറ്റിസ്ഫൈ ദ എക്സിസ്റ്റിംഗ് ഡിമാൻഡ് ബട്ട് ടു ക്രിയേറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന നല്ലൊരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പീൻ്റെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് അത് എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ടായിരിക്കണം. നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ അഡ്വർടൈസിങ്ങിലൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഡിമാൻഡിനാണ്, കുറച്ചും കൂടെ ഫ്യൂച്ചർ ഡിമാൻഡിനെ ആണ് ഫോക്കസ് ചെയ്യുന്നത്. സോ എഡ്യൂക്കേഷണൽ വാല്യൂ മസ്റ്റായിട്ടും ഒരു അഡ്വർടൈസിങ് കോപ്പിയിൽ ഉണ്ടായിരിക്കണം. ദെൻ ഇൻസ്റ്റിങ്ക്റ്റീവ് അപ്പീൽ വാല്യൂ. ഹ്യൂമൻ തോട്ട്സ് ആൻഡ് ആക്ഷൻസ് ആർ ഗൈഡഡ് ബൈ ഇൻസ്റ്റിങ്ക്ട്സ് ആണ് മെയിനായിട്ട് ഒരു അഡ്വർടൈസിങ് കോപ്പിക്ക് വേണ്ട മെയിനായിട്ടുള്ള ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ഹാവ് അറ്റൻഷൻ വാല്യൂ, ഇറ്റ് മസ്റ്റ് ബി സജസ്റ്റീവ് വാല്യൂ, ഇറ്റ് ഷുഡ് ഹാവ് കൺവിക്ഷണൽ വാല്യൂ, ഇറ്റ് ഷുഡ് ബി ഇമോഷണൽ വാല്യൂ, ഇറ്റ് ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി ട്രൂ, ഇറ്റ് ഷുഡ് ഹാവ് മോട്ടിവേഷണൽ വാല്യൂ ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എംബ്രേസിങ് വാല്യൂ. ഇതൊക്കെ മെയിനായിട്ടുള്ള ക്വാളിറ്റീസ് ഓഫ് അഡ്വർടൈസിങ് കോപ്പിയാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു പ്രിപ്പറേഷൻ ഓഫ് അഡ്വർടൈസിങ് കോപ്പി, ഒരു അഡ്വർടൈസിങ് കോപ്പി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഇറ്റ് മേ ബി ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. ഒന്ന് ഡിസ്ക്രിപ്ഷൻ ഓഫ് അഡ്വർടൈസ്, നമ്മൾ ആദ്യം തന്നെ അഡ്വർടൈസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണം. ദെൻ സെലക്ഷൻ ഓഫ് പിക്ചേഴ്സ്, നമുക്ക് ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാം. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ലേഔട്ട് ഓഫ് ഡിസൈൻ ഓഫ് കോപ്പി, പിന്നെ അതിനുശേഷം ലേഔട്ട് ഡിസൈൻസ് അഡ്വർടൈസിങ് കോപ്പീൻ്റെ പ്രിപ്പയർ ചെയ്യാം. Description of advertisement. In this part, we determine all the facts to be given in an advertising copy. Advertising കോപ്പിയിലുള്ള എല്ലാ ഫാക്ട്സും ഇതിൽ ഡിറ്റർമിൻ ചെയ്യണം. Advertorials are advertisement that appear in the medium, be it magazine, newspapers or website. The product, title of advertising copy, name of the advertiser, features that may encourage to the prospective customers of the purchase of the product. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ അതിൻ്റെ ടൈറ്റിൽ ഓഫ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി, നെയിം ഓഫ് അഡ്വർടൈസർ, അതിൻ്റെ ഫീച്ചേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കാണിക്കേണ്ടത്. സെലക്ഷൻ ഓഫ് പിക്ചേഴ്സും ആൻഡ് അഡ്വർടൈസിങ് കോപ്പി കൺവെൻ ജനറലി സം പിക്ചേഴ്സ് ആസ് ദേ മേ അട്രാക്ട് കൺസ്യൂമേഴ്സും. അതായത് അഡ്വർടൈസ്മെൻറ്റ് കോപ്പിയിൽ ഒരുപാട് പിക്ചേഴ്സൊക്കെ ഉണ്ടായിരിക്കും, അതിനുള്ള കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഷോവിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സും നമ്മളെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് കാണിക്കണം. പിക്ചേഴ്സ് ഓഫ് ദ കൺസ്യൂമർ യൂസിങ് ദ പ്രൊഡക്റ്റ്, ആ കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ആഡ് ചെയ്യാം. പിക്ചർ ഷോവിങ് കംഫർട്ട് ആൻഡ് ബെനിഫിറ്റ്സും, ഇത് യൂസ് ചെയ്തിട്ടുള്ള കംഫർട്ടും ബെനിഫിറ്റ്സും ഒക്കെ ആഡ് ചെയ്യാം. പിക്ചർ ഷോവിങ് വിത്ത് ഇറ്റ്സ് ട്രേഡ് മാർക്ക് എക്സെട്ര, ട്രേഡ് മാർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ നല്ല ഇതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യണം. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കോപ്പിന് ലാസ്റ്റായിട്ട് വരുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ലേഔട്ടും. അറ്റ് ലാസ്റ്റ് സ്റ്റേജ് ഓഫ് അഡ്വർടൈസിംഗ് കോപ്പീസ് പ്രിപ്പയർഡ് ബൈ ദ എൻ്റർപ്രൈസസാണ് ലാസ്റ്റ് കോപ്പിയായിട്ട് preparation layout. The designer of enterprise set the pictures along with advertisement message in suitable, attractive and appealing style. Advertising message അനുസരിച്ചിട്ടുള്ള suitable attractive ആയിട്ട് സെയിം സ്റ്റൈൽ ചൂസ് ചെയ്യും. And the designer finals the copy and it's sent for printing. Thus add copy ready for advertising. അതായത് ഞങ്ങൾ ഡിസൈനർ അത് ഫൈനലൈസ് ചെയ്യും, അത് കോപ്പി എടുക്കും, ദെൻ അത് പ്രിൻ്റ് ചെയ്യും, അങ്ങനെയാണ് അതൊരു ആഡായിട്ട് മാറുക. ദെൻ കോപ്പി റെഡി ഫോർ അഡ്വർടൈസിങ്. അതാണ് നമ്മൾ അഡ്വർടൈസിംഗ് ആയിട്ട് മാറ്റുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കോപ്പീനെ കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ് എടുത്തത്. അഡ്വർടൈസ്മെൻറ്റ് കോപ്പി ഈസ് എ ടെക്സ്റ്റ് യൂസ്ഡ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്. നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിന് പറയുന്ന പേരാണ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി. ഒരു പ്രോഡക്റ്റ് ഒരു സർവീസിനെയോ കസ്റ്റമേഴ്സിനോ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ചിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും ക്വാളിറ്റീസും അതിൻ്റെ ഉപയോഗമൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഒരു രൂപരേഖ അല്ലെങ്കിൽ ഒരു പകർപ്പിന് പറയുന്ന പേരാണ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. അതിൽ നമ്മൾ അതിൻ്റെ പ്രോസസ്സും അതേപോലെ തന്നെ കുറച്ച് വിഷ്വൽസും പിക്ചേഴ്സും വേർഡ്സും അത് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇത് മനസ്സിലാക്കുന്നത് മൂലം അല്ലെങ്കിൽ ഇത് വായിക്കുന്നത് മൂലം കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. അങ്ങനെ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരെ പെർസ്യൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി നമ്മൾ നിർമ്മിക്കുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ചെറിയൊരു ഭാഗമാണ്. എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.